ഒരു ഹെൽപ്പും ഇല്ലാതെ അദ്ദേഹം സ്വന്തം ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് ആ റെസ്ക്യൂ നടത്തിയിരുന്നത്. എന്നിട്ട് ചെറിയൊരു മിസ്റ്റേക്കിന്റെ പേരിൽ മാധ്യമങ്ങളും ട്രോൾ പേജുകളും എല്ലാം ഇതിനായിട്ട് ഒരു പ്രവൃത്തി ചെയ്യാത്ത ആൾക്കാരെ അദ്ദേഹത്തെ കുറെ ചളിവാരി തേക്കുകയുണ്ടായി. അതേപോലെ തന്നെ മനാഫ് എന്ന ആ ലോറിയുടെ ഉടമയും. എന്നിട്ട് അതിനുശേഷം നമ്മളെ വയനാട് ദുരന്തം നടന്നപ്പോ ഒരു മണി കൂടാതെ അതിനും റെസ്ക്യൂ ടീമിന് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന വ്യക്തി പങ്കെടുക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല് നമ്മളെ ഡിസ്കറേജ് ചെയ്യാനും നമ്മളെ അടിച്ചമർത്താനും കുറെ ആൾക്കാരുണ്ടാവും. സോ അതിനൊക്കെ നമ്മൾ ചെവി ഓർത്ത് അതിനൊക്കെ ഓരോ വോയിസ് ഒക്കെ നമ്മൾ എടുത്താൽ ഒരിക്കലും നമ്മൾ ആ ബൗണ്ടറിന്റെ അപ്പുറത്തേക്ക് പോകില്ല. ആ മെട്രിക്സിന്റെ ഉള്ളിൽ കടന്ന് നമ്മൾ വേർപ്പ് മുട്ടുള്ളൂ. നമുക്കൊരു മോട്ടിവേഷനോ നമ്മളെ മിഷൻ അല്ലെങ്കിൽ മിഷൻ നമുക്ക് ടാർഗറ്റോ ഗോളോ ഒന്നും നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയില്ല. സോ താങ്ക് യു ഫ്രണ്ട്സ് MIDS ആണ്. അപ്പൊ എന്റെ തോട്ടം എന്താ വെച്ചാല് ഡോണ്ട് വെറി അബൌട്ട് തിങ്സ് യു കനോട്ട് കൺട്രോൾ. നമ്മളെ കൺട്രോളിന് അതീതമായ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ബുദ്ധിമുട്ടാതെ ഇരിക്കാം. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന എല്ലാവരും ലൈഫിൽ ഒരു തവണയെങ്കിലും ഒരു തവണ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയവരായിരിക്കും. കാരണം എന്താ വെച്ചാല് നമ്മളിപ്പോ പോസിറ്റീവായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്തൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ നെഗറ്റീവ് സൈഡ് പറയാൻ കുറെ ആൾക്കാരുണ്ടാവും. നമ്മളെ ഇമോഷണലി എന്താ പറയാ ഡിസ്കറേജ് ചെയ്യാനോ കുറെ ആൾക്കാരുണ്ടാവും. സോ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്താൽ നമ്മളെ ഒരു പരിധി വരെ നമ്മളെ സ്ട്രെസ് കുറയും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ അടുത്തിടെ നടന്ന നമ്മൾ അർജുൻ എന്ന സഹോദരൻ നമ്മളെ ഇവിടെ പറഞ്ഞു പോയി. ഒരു കാലത്ത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ കേരള ജനത ഒട്ടാകെ കാത്തിരുന്നതാണ് അർജുനൻ തിരിച്ചുവരവ്. പക്ഷെ എന്തുകൊണ്ട് 2 ദിവസം മുന്നേ അദ്ദേഹത്തിന്റെ ബോഡി